ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരിക്കണമെന്ന് NSS ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി സുകുമാരൻ നായർ. കേന്ദ്രത്തിലും കേരളത്തിലും ഇത് ഇല്ലാതെ വന്നതിന്റെ ഗതികേട് രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രതിപക്ഷം വന്നതോടെ ഭരണപക്ഷത്തിന്റെ ടോൺ മാറിയിട്ടുണ്ടെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി. കേരളത്തിലെ ഭരണത്തിൽ ജനങ്ങൾക്ക് അതിയായ അപ്രീതിയുണ്ടെന്നും ഇനിയെങ്കിലും പ്രതിപക്ഷ ബഹുമാനത്തോടെ ഭരണം നടത്താൻ അവർക്ക് കഴിയണമെന്നും സുകുമാരൻ നായർ അഭിപ്രായപ്പെട്ടു. ചങ്ങനാശ്ശേരി പെരുന്ന NSS ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യം വിജയിക്കണമെങ്കിൽ അത് ഏറ്റവും ആവശ്യം ശക്തമായ പ്രതിപക്ഷമാണ്. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഇല്ലാതെ പോയതിൻ്റെ ഗതികേട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം കേന്ദ്രത്തിലുണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ ടോൺ മാറി എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും ജനങ്ങൾക്ക് വളരെ അപ്രീതിയുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും അവർ പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യം വിജയിക്കത്തക്ക രീതിയിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭരണവർഗം നടത്തിയാൽ അവർക്ക് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവരദോഷി എന്ന് വിശേഷിപ്പിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സുകുമാരൻ നായരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പരാമർശം ഒരു സമുദായ നേതാവിന് നേരെ വിവരദോഷി എന്ന തരത്തിലൊരു പരാമർശം ഉണ്ടായിരുന്നു. അതിൽ NSSന്റെ ഒരു പ്രതികരണം മാർ കൂർലോസ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ? ഇല്ലേ? ആവശ്യമില്ലാതെ കാല് പിടിച്ചാൽ ആവശ്യമില്ലാതെ കാല് നിൽക്കാൻ പോയാലും ഇതൊക്കെ കേൾക്കും. കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് 2 മന്ത്രിമാരുണ്ടായതിൽ സന്തോഷമുണ്ടെന്നും അവരെ അഭിനന്ദിക്കുകയാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. എന്നാൽ മന്ത്രിമാർ ഇവിടെ വന്നാൽ അവരെ സ്വീകരിക്കുമെന്നും അവർക്കായി പ്രത്യേക സ്വീകരണ പരിപാടിയൊന്നും ഒരുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈഴവർ അടക്കമുള്ള അടിസ്ഥാന വർഗത്തെ വിസ്മരിച്ചതുകൊണ്ടുള്ള ദുരന്തമാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പലസ്തീൻ പ്രശ്നവും പൗരത്വ ബില്ലുമടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ന്യൂനപക്ഷ പ്രീണനത്തിനാണ് കേരളത്തിൽ ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കുട്ടനാട്ടിലെ അടിസ്ഥാന വർഗം ഇപ്പോഴും പ്രതിസന്ധി നേരിടുകയാണെന്നും അവരുടെ കൃഷി വിളകൾക്ക് ആവശ്യമായ വില ലഭിക്കുന്നില്ലെന്നും അടിസ്ഥാന ആവശ്യങ്ങളായ വീട്, കുടിവെള്ളം എന്നിവ മാറി മാറി വരുന്ന ഭരണാധികാരികൾ നൽകുന്നില്ലെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. കുട്ടനാട്ടിൽ നിലവിലുള്ളത് ഒരു കെട്ടുവള്ളത്തിൽ കയറാൻ പോലും ആളില്ലാത്ത പാർട്ടിയുടെ നേതാവാണെന്നും മന്ത്രിസ്ഥാനത്തിന് പിന്നാലെ നടക്കുന്ന അദ്ദേഹം കുട്ടനാട്ടുകാർക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. SNDP യോഗം കുട്ടനാട് സൗത്ത് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ശാരദോത്സവം 2ന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം കുട്ടനാട് സൗത്ത് യൂണിയൻ ചെയർമാൻ പച്ചയിൽ സന്ദീപ് അധ്യക്ഷനായിരുന്നു. യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് കോട്ടയം, സൈബർ സേന സംസ്ഥാന ചെയർമാൻ അനീഷ് പുല്ലുവേലി, ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അജിലാൽ, സംസ്ഥാന സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വികാസ് ദേവൻ, യൂണിയൻ കൗൺസിലർമാർ, വനിതാ സംഘം പ്രസിഡന്റ് CP ശാന്ത, മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർമാർ, യൂത്ത് മൂവ്മെന്റ്, സൈബർ സേന, എംപ്ലോയീസ് ഫോറം, ബാലജനയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ശാരദോത്സവം വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു.
ചമ്പക്കുളം മേഖല ജേതാക്കളായി. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക പുരോഗതിക്കും സുസ്ഥിര വികസനത്തിനുമായുള്ള പ്രവർത്തനമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും ന്യൂനപക്ഷ വകുപ്പും നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. ന്യൂനപക്ഷ കമ്മീഷൻ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം തൊഴിൽ ലഭിക്കുക എന്നതും പ്രധാനമാണെന്ന് മന്ത്രി പറഞ്ഞു. കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 1,00,000 ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള വലിയ പ്രവർത്തനമാണ് ന്യൂനപക്ഷ കമ്മീഷൻ നടത്തിവരുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമൂഹികമായ സമഗ്ര വികസനമാണ് സർക്കാരും ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി എല്ലാവരുടെയും ഒന്നിച്ചുള്ള പരിശ്രമം ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ആവശ്യമായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന പരമമായ ലക്ഷ്യങ്ങളോടെ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സമഗ്രമായിട്ടുള്ള വികസന മുന്നേറ്റം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിനുള്ള ചർച്ചകൾ നടത്തി നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദ് അധ്യക്ഷനായിരുന്നു. കമ്മീഷൻ അംഗങ്ങളായ പി റോസ, എ സൈഫുദ്ദീൻ ഹാജി, സെമിനാർ സംഘാടക സമിതി ചെയർമാൻ ഫാദർ ജിജി തോമസ്, ജനറൽ കൺവീനർ എം.എച്ച്. ഷാജി, കൺവീനർ റെയ്ന ജോർജ്, വൈസ് ചെയർമാൻമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നേതൃത്വത്തിൽ 11ാമത് ജില്ലാതല സെമിനാറാണ് പത്തനംതിട്ടയിൽ നടന്നത്. വിവിധ മതമേലധ്യക്ഷന്മാർ, ന്യൂനപക്ഷ സംഘടനാ നേതാക്കൾ എന്നിവരും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500ഓളം പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 ദിവസമായി കടലാക്രമണം ശക്തമായതോടെ പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ അപകടാവസ്ഥയിൽ. 10 മീറ്ററോളം കിഴക്കോട്ട് കടൽ ഇരച്ചു കയറിയതോടെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ്റ്റ് വിളക്കും തകർച്ചാ ഭീഷണിയിലായി. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് 5 വർഷം മുമ്പ് ഹൈമാസ്റ്റ് വിളക്ക് ഇവിടെ സ്ഥാപിച്ചത്. 4 മീറ്ററോളം കിഴക്കോട്ട് തിരമാല ആഞ്ഞടിച്ചാൽ ഹൈമാസ്റ്റ് വിളക്ക് നിലംപൊത്തുന്ന സ്ഥിതിയാണ്. ഇനിയും കടലാക്രമണം ശക്തമായാൽ 1ാമത്തെ പ്ലാറ്റ്ഫോമും തകരും. 1986 നിർമ്മിച്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ ഹാർബറായി ഉയർത്തണമെന്ന് മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ ഇതിനു നേരെ കണ്ണടച്ചതോടെ ഫിഷ് ലാൻഡിംഗ് സെന്റർ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടാത്ത സ്ഥിതിയായി. കഴിഞ്ഞ 8 വർഷമായി ഫിഷ് ലാൻഡിംഗ് സെന്റർ പ്രവർത്തനരഹിതമാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഷ് ലാൻഡിന്റെ 1.5 കിലോമീറ്റർ പടിഞ്ഞാറായിരുന്നു കടല്. ഫിഷ് ലാൻഡിന്റെ ഫ്ലാറ്റ് ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മീറ്ററോളം കടലിൽ പോയി കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 5 മീറ്ററോടെ കിഴക്കോട്ട് വന്നാൽ ഫിഷ് ലാൻഡ് പൂർണ്ണമായിട്ട് പോകുന്നൊരവസ്ഥയാണ്. ഈ ഫിഷ് ലാൻഡിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫിഷ് ലാൻഡിനെ ഹാർബറായി ഉയർത്തണം. കാരണം ഹാർബറായി ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഭൗതിക സാഹചര്യങ്ങൾ മുഴുവൻ നിലവിൽ ഫിഷ് ലാൻഡിലുണ്ട്. പിന്നെ കടലിൽ ബ്രേക്ക് വാട്ടർ സ്ഥാപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബ്രേക്ക് വാട്ടർ സ്ഥാപിക്കാനുള്ള പണമാണ് ഗവൺമെൻറ് കണ്ടെത്തേണ്ടത്. അങ്ങനെ ഒരു ബ്രേക്ക് വാട്ടർ സ്ഥാപിച്ചാൽ നമ്മുടെ 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള പുന്നപ്ര ഫിഷ് ലാൻഡ് എല്ലാ കാലത്തും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. കൂടാതെ മത്സ്യത്തൊഴിലാളികളായിട്ട് കഴിഞ്ഞ 2023 നവംബറിൽ പണിക്ക് പോയിട്ട് ഇപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയോടുകൂടി ഈ മൺസൂൺ കാലത്തെ കാത്തിരിക്കുകയായിരുന്നു. മൺസൂൺ കാലം വന്ന് ഏതാണ്ട് 10-15 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വള്ളങ്ങൾ പണിക്ക് പോകുന്നുണ്ട്. കയ്യും വീശി വെറും കൈയോടാണ് തിരികെ വരുന്നത്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്രയമാകേണ്ട ഫിഷ് ലാൻഡിംഗ് സെന്റർ ഇപ്പോൾ കാഴ്ചവസ്തുവായി മാറിയിരിക്കുകയാണ്. ഇത് ഹാർബറായി ഉയർത്തിയാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗമാകും. എന്നാൽ അധികൃതർ ഇതിനു നേരെ കണ്ണടയ്ക്കുകയാണെന്നാണ് പരാതി. കടലാക്രമണം ഈ രീതിയിൽ ശക്തമായാൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ നിലംപൊത്തുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ 3ാമതും അധികാരമേൽക്കുന്നതിന്റെ ആഹ്ലാദ സൂചകമായി BJP ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മുദ്രാവാക്യം മുഴക്കിയും പായസം വിതരണം ചെയ്തുമായിരുന്നു നഗരം ചുറ്റിയുള്ള ആഹ്ലാദ പ്രകടനം. പാർട്ടി
ഓഫീസിന് സമീപം പെരുന്ന ബസ് സ്റ്റാൻഡ് അങ്കണത്തിൽ BJP സംസ്ഥാന സമിതി അംഗം MP രാജഗോപാൽ ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ശ്രീ നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ഭാരതത്തിലെ ചരിത്രം രചിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി മൂന്നാം ഊഴത്തിലെ ഭരണത്തിലേക്ക് കടക്കുകയാണ്. ഭാരതത്തിന്റെ ദേശീയതയെ വിളിച്ചോതിക്കൊണ്ട് ഈ രാജ്യത്ത് ചരിത്രം തന്നെ തിരുത്തിയെഴുതിക്കൊണ്ടുള്ള ഒരു സംഭവമാണ് നടക്കുന്നത്. നമുക്കറിയാം, സ്വതന്ത്ര ഭാരതത്തില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആദ്യമായിട്ടുണ്ട് 62 വർഷങ്ങൾക്ക് ശേഷമാണ് തുടർച്ചയായിട്ട് മൂന്നാമത് ഒരു പ്രധാനമന്ത്രി അധികാരത്തിലെത്തുക എന്ന് പറയുന്നത്. ആ സംഭവം നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതമെമ്പാടും തന്നെ ആഹ്ലാദത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും ചങ്ങനാശ്ശേരിയിലും ഇന്ന് BJP പ്രവർത്തകരും ദേശീയ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും സന്തോഷ പ്രകടനം നടത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് ഇരട്ടി മധുരമാണ്. ഒന്ന്, ശ്രീമാൻ സുരേഷ് ഗോപി ചങ്ങനാശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ട ചങ്ങനാശ്ശേരിക്കാരനാണ് അദ്ദേഹത്തിന്റെ ഒറിജിൻ. അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് അധികാരത്തിലെത്തുന്നു. രണ്ടാമത്തെ സംബന്ധിച്ചും കോട്ടയം ജില്ലക്കാരനായ ശ്രീമാൻ ജോർജ് കുര്യൻ, അദ്ദേഹവും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയായിട്ട് അധികാരമേൽക്കുകയാണ്. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ. മേഖലാ ഉപാധ്യക്ഷൻ NB കൃഷ്ണകുമാർ, PP ധീരസിംഹൻ, PS ശാന്തിമുരളി, ശ്രീനിവാസൻ പെരുന്ന, രാജേശ്വരി പൈ, സുധാമണി ദാസപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കി കുട്ടനാട്ടിലെ BJP പ്രവർത്തകർ. ദീപങ്ങൾ തെളിയിച്ചും മധുരം നൽകിയും കരിമരുന്ന് പ്രകടനങ്ങൾ നടത്തിയുമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ സന്തോഷം പ്രവർത്തകർ പങ്കുവച്ചത്. കുട്ടനാട്ടിൽ തലവടിയിലും മങ്കൊമ്പിലും BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. തലവടി ഹൈസ്കൂളിന് സമീപവും കൊച്ചമ്മനത്തും പ്രവർത്തകർ മധുരം വിതരണം ചെയ്തും ദീപങ്ങൾ തെളിയിച്ചും കരിമരുന്ന് പ്രകടനം നടത്തിയും സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ സന്തോഷം പങ്കുവച്ചു. BJP പ്രവർത്തകരായ ശരത് രാമശ്ശേരി, CN പ്രകാശ്, മോഹനൻ, ജയകുമാർ, അനന്തകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രിമാർക്കും ആശംസകൾ നേർന്ന് മങ്കൊമ്പ് തെക്കേക്കരയിലും BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. BJP ചമ്പക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മങ്കൊമ്പ് തെക്കേക്കരയിൽ സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. BJP മണ്ഡലം സെക്രട്ടറി നാരായണദാസ്, ട്രഷറർ ദിനേശ് കുമാർ, ചമ്പക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് S കൃഷ്ണകുമാർ, സെക്രട്ടറി U മനോജ്, BMS മേഖലാ സെക്രട്ടറി ദീമോൻ, RSS മണ്ഡൽ കാര്യവാഹ് കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2024 വർഷത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ച് ചങ്ങനാശ്ശേരി നഗരസഭ 33-ാം വാർഡ് MBBS, BDS, +2, SSLC എന്നീ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കായിരുന്നു ആദരവ് നൽകിയത്. വട്ടപ്പള്ളി YMS ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുമോദന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. ശരിക്കും വളരെ അഭിമാനമാണ് തോന്നുന്നത്. നമ്മുടെ കയ്യിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളാണ്, അവർ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്നതാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയാനായിട്ടുള്ളത് മാത്രമാണ്, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ നാടിനും വീടിനും നിങ്ങളുടെ മാതാപിതാക്കൾക്കും എന്നും അഭിമാനമുള്ള മക്കളായിട്ട് വളർന്നു വരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. നമ്മൾ പരീക്ഷയിൽ വിജയം നേടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാനുള്ള ഒരു കരുത്തോടെ നിങ്ങൾ ആർജിച്ചെടുക്കണം. നമുക്കറിയാം, നമ്മുടെ ജീവിതം പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നിങ്ങൾ പഠിത്തത്തിനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടൊക്കെ നിങ്ങൾ ചെന്നിട്ടുള്ളത്. അവിടെയൊക്കെ പല പല പരീക്ഷണങ്ങളും നിങ്ങൾക്ക് അതിജീവിക്കേണ്ടതായി വരും. അതിലൊന്നും തളർന്നു പോകാതെ അതിനെല്ലാം നല്ല മനക്കത്തോടുകൂടി തന്നെ നേരിട്ട് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പൂർണ്ണ വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, എനിക്കിത് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളൊരു ചിന്തയോടെ
നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളിൽ നിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുള്ളൂ. ഉദ്ഘാടന യോഗത്തിൽ വാർഡ് കൗൺസിലർ ബാബു തോമസ് അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർമാരായ കെ മുരുകൻ, രാജു ചാക്കോ, സിബി തോമസ് കൈതാരം, പ്രൊഫസർ റോയി ജോസഫ്, വിവിധ റെസിഡൻസ് അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ച് യോഗേഷ് കമ്മത്ത്, ജോയി പീര്യാനിക്കൽ, പ്രകാശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതേ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നിരണം ഇടവകയുടെ ആഭിമുഖ്യത്തിൽ മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പൊലീത്ത അനുസ്മരണവും പരിസ്ഥിതി ഞായർ ദിനാചരണവും നടത്തി. രാവിലെ 9-ന് ഇടവക വികാരി ഫാദർ മർക്കോസ് പള്ളിക്കുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇടവകയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥി റോഷൻ റെന്നിക്ക് പരിസ്ഥിതി സംരക്ഷണ സമിതി ആലപ്പുഴ ജില്ലാ ചെയർമാൻ AM നിസാർ കൈമാറിയ വൃക്ഷത്തൈ വിശ്വാസികൾ ചേർന്ന് നട്ടു. ദൈവാലയ പരിസരത്ത് വിശ്വാസികൾ ചേർന്ന് 74 ഫലവൃക്ഷത്തൈകൾ നടുന്നതിന്റെ ഭാഗമായാണ് ആദ്യ ഫലവൃക്ഷത്തൈ നട്ടത്. പരിസ്ഥിതി ഞായർ ദിനാചരണം കേന്ദ്ര സംസ്ഥാന സർക്കാർ വനമിത്ര അവാർഡ് ജേതാവ് G രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മിക്കവരും പ്രസംഗിക്കത്തുള്ളൂ, നാളെ പറയും അതല്ല അതിനപ്പുറത്തോട്ട് പോകത്തില്ല. ഇതല്ല, സ്വന്തം ജീവിതത്തിൽ ആ പരിസ്ഥിതിയുടെ മൂല്യം, അതിൻ്റെ വില കാണിച്ചു തന്ന ആ വലിയ മഹാന്റെ പിന്തുടർച്ചക്കാരായ നിങ്ങളെയൊക്കെ കാണാനും വർത്തമാനം പറയാനും കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇവിടെ തന്നെ എന്നെ സ്വാഗതം ചെയ്തപ്പോൾ തന്നെ കണ്ടു, ഒരു എല്ലായിടത്തും പ്ലാസ്റ്റിക്കാണ് തരുന്നത്. പരിസ്ഥിതി പരിപാടിക്കെല്ലാം ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് വെള്ളം വെക്കും, അതിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് കൊണ്ടുവരും, ഒരു പൂവ് കൊണ്ടുതരും. ഇതങ്ങനല്ല. ഇക്കാര്യത്തിലൊക്കെ വലിയ പരിണിതപ്രജ്ഞനാണ് ജോൺസൺ സാറ് ഞാനുമായിട്ട് 10-20 വർഷത്തെ പരിചയമുണ്ട്. ഇടവക വികാരി ഫാദർ മാർക്കോസ് പള്ളിക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, ട്രസ്റ്റി റെന്നി തോമസ്, അജോയ് കെ വർഗീസ് എന്നിവർ സംസാരിച്ചു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ അൾത്താര ശുശ്രൂഷകൻ ഏബൽ തോമസ് റെന്നിയെ ഇടവക വികാരി ഫാദർ മാർക്കോസ് പള്ളിക്കുന്നേൽ അനുമോദിച്ചു. സേവാഭാരതി വടക്കൻ വെളിയനാട് യൂണിറ്റും സന്നദ്ധ പ്രവർത്തകൻ സോജി അറയ്ക്കലും ചേർന്ന് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കുകയും പഠനോപകരണങ്ങളുടെ വിതരണം നടത്തുകയും ചെയ്തു. വടക്കൻ വെളിയനാട് അനിയൻ കുഞ്ഞിന്റെ വസതി കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടി. ഞായറാഴ്ച വൈകുന്നേരം 4:30-ന് വാർഡ് മെമ്പർ രമ്യ സനോജിന്റെ അധ്യക്ഷതയിൽ നടത്തിയ പരിപാടികൾ RSS കൺ സഹകാര്യവാഹക് PR മനോജ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതിയുടെ സംസ്ഥാന ഘടകം എന്ന നിലയിൽ ദേശീയ സേവാഭാരതി കേരളം എന്നും പ്രവർത്തിക്കുന്നു. സമൂഹത്തിൽ 1 ലക്ഷത്തിൽ പരം പ്രോജക്റ്റുകളാണ് ഇന്ന് സേവാഭാരതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ ആകെ കണ്ണീരൊപ്പാനും സഹജീവികളുടെ കണ്ണീരൊപ്പാനും അവർക്ക് താങ്ങായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ തന്നെ നമുക്ക് സേവാഭാരതി അറിയാം. പ്രത്യേകിച്ച് വടക്കമ്പള്ളിനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സേവാഭാരതിയെ പറ്റി നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. 2001 ഗുജറാത്ത് ഭൂകമ്പ സമയത്തും അതിനുശേഷം 2004 സുനാമി ദുരന്തം ഉണ്ടായപ്പോഴും അതിനുശേഷം നടന്ന ചെന്നൈ പേമാരി സമയത്തും 2018 നാം എല്ലാവരും അനുഭവിച്ച മഹാപ്രളയ സമയത്തും സേവാഭാരതി എന്താണ് ചെയ്തതെന്ന് നമുക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. അന്നാണ് നമ്മൾ സേവാഭാരതിയെ പറ്റി കൂടുതൽ നമ്മൾ അറിയുന്നത്. അപ്പൊ എവിടെയും ഏത് സ്ഥലത്തും മറ്റ് വിഭാഗീയ ചിന്തകൾക്കില്ലാതെ നമുക്ക് എവിടെയും കയറി ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. RSS ഭാരവാഹികളായ ER രാജു, സേതു MM മണിമല, ബാലഗോകുലം രക്ഷാധികാരി ശ്രേയ സുവിഷ്, ശ്യാം മോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷം നമുക്ക് 170 കുട്ടികൾക്കോളം പഠനോപകരണങ്ങൾ കൊടുക്കാൻ നമുക്ക് ഇന്നിവിടെ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് സർവേശ്വരന്റെ ഒരു അനുഗ്രഹമായി തന്നെ നാം കാണണം. മുൻകാലങ്ങളിൽ തന്നെ ഞാൻ മക്കളോട് പറയുന്നത് പോലെ തന്നെ ഈ ഒരു ചടങ്ങിനായിട്ട് നമ്മൾ ഒരു കേന്ദ്രത്തിൽ നമ്മൾ ഒത്തുകൂടിയെങ്കിലും പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഇതിനോട് പല കരങ്ങളിൽ നിന്നും വരുന്ന തുക കൊണ്ട് സമാഹരിച്ച് നമ്മൾ ഇന്ന് എല്ലാവർക്കും സഹായങ്ങളായിട്ട് കൊടുക്കുകയാണ്. അഖില കേരള വിശ്വകർമ്മ മഹാസഭ കുട്ടനാട് താലൂക്ക് യൂണിയനിലെ വിവിധ ഗ്രൂപ്പുകളുടെ ലയന സമ്മേളനവും തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ദിവസം നടത്തി. വിശ്വകർമ്മ മഹാസഭ ജനറൽ സെക്രട്ടറി വിജയൻ K. ഈരേഴ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ 10-ന് രാമഗിരി മിൽമ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് N. മോഹനൻ അധ്യക്ഷനായിരുന്നു. വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന സെക്രട്ടറി ജിജു പുളിക്കനെല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഏത് കാലഘട്ടത്തിലൂടെ എങ്ങനെയാണോ സമുദായ സംഘടനാ പ്രവർത്തനം പോകേണ്ടത്, അതിൽ മാറിയ ചിന്ത, മാറിയ സാഹചര്യം വന്നപ്പോൾ തന്നെ
ആ ജനതയെ കൂടെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ വഴിയിലേക്ക് എത്തിച്ചു ധാരാളം അഭിനന്ദനങ്ങൾ. അതിലേറെ അദ്ദേഹത്തിനോട് അകവഴിഞ്ഞ കടപ്പാടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എസ്താറായാലും നമ്മുടെ പ്രിയങ്കരനായ ബിനീസാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കൗൺസിൽ ഒരുപാട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിലുപരി അതിലെല്ലാത്തിലുപരി ഈ നല്ല മനസ്സോടുകൂടി ഇവിടെ വന്നെത്തിയിരിക്കുന്ന കുട്ടനാട്ടെ വിശ്വകർമ്മജർ, നമ്മുടെ ബന്ധുക്കൾ, നിങ്ങൾ ഓരോരുത്തരോടും 1000 നന്ദി കടപ്പാടും. ഭാരവാഹികളായ ഇ കെ വിശ്വനാഥൻ, പ്രസന്നൻ ചങ്ങനാശ്ശേരി, സന്തോഷ് കുമാർ പത്തനംതിട്ട, ബിനീഷ് ചന്ദ്രൻ, വി പി നാരായണൻകുട്ടി, കെ ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തെ തുടർന്ന് പുതിയ ഭാരവാഹികൾ, ബോർഡ് മെമ്പർമാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു. പുന്നക്കുന്നത്തുശ്ശേരി സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ടോണി മണിയൻചിറ ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയിലേക്ക് സ്ഥലം മാറുന്നു. 11 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് അച്ഛന്റെ സ്ഥലമാറ്റം. കഴിഞ്ഞ ദിവസം പാരിഷ് ഹാളിൽ ചേർന്ന യാത്രയയപ്പ് സമ്മേളനം പുളിങ്കുന്ന് ഫൊറോന വികാരി ഫാദർ ടോം പുത്തങ്കളം ഉദ്ഘാടനം ചെയ്തു. പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ഷാജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കറിയാം, നമ്മൾ ഏത് വേദിയിൽ ഇത്തരം ഒരു യാത്രയയപ്പ് സമ്മേളനം നടത്തിയാലും ഏതൊരു വൈദികനെ കുറിച്ച് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കൈക്കാരന്മാരായ സണ്ണിച്ചൻ ചേപ്പില്, ബാബുക്കുട്ടി താന്നിയാത്ത്, ജോജോ കോയിപ്പള്ളി എന്നിവർ ഷാൾ അണിയിച്ചും മൊമന്റോ നൽകിയും അച്ഛനെ ആദരിച്ചു. ഫാദർ ചെറിയാൻ വലിയ വീട്ടിൽ, ഫാദർ ജോസ് കോനാട്ട്, സിസ്റ്റർ ടെസ്സി ആലഞ്ചേരി, ജോണി തോമസ് ചേപ്പില തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ ടോണി മണിയഞ്ചിറ വികാരിയായി ശുശ്രൂഷ ചെയ്തപ്പോഴായിരുന്നു ഇവിടെ മനോഹരമായ ദൈവാലയവും അതിനോട് ചേർന്ന് വലിയ പാരിഷ് ഹാളും നിർമ്മിച്ചത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6545 രൂപ, പവന് 52,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.